താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം. ഞാൻ പറയാൻ പോകുന്ന കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഒരു സാമ്യമില്ല. ഇനി അഥവാ തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃച്ഛികം മാത്രം. അപ്പൊ തുടങ്ങല്ലേ. അതാരത്? അയ്യോ, ഭക്തിമൂത്ത് ഭ്രാന്തനായ ഏതോ ഒരു അടിമയാണെന്ന് തോന്നുന്നു. അല്ല, ഇത് നമ്മുടെ കേന്ദ്രമന്ത്രിയല്ലേ സുരേഷ് ഗോപി? അല്ല സുരേഷ് ഗോപി അണ്ണ, നിങ്ങൾക്കിത് എന്തു പറ്റി? ഇപ്പോ നമ്മളെ മധുസൂദനൻ നായരുടെ നാറാണത്ത് ഭ്രാന്തൻ കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. അതിന്റെ ഇടയിലുള്ളൊക്കെ വിട്ടിട്ട് മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. ഒരു മിനിറ്റ്. ഈ വിദ്വാനെ കുറിച്ച് ഇപ്പൊ നാട്ടിലാകെ പാട്ടാ. സംഗതി എന്താ? അത് തന്നെയാ ബ്ലിങ്കും ചെകയുന്നത്. സംഗതി എന്താന്ന് നമ്മളെ ബ്രിട്ടാസിന് അറിയായിരിക്കും. ഇവരെ മച്ചാനും അല്ലേ രണ്ടാളും? ജോൺ ബ്രിട്ടാസേ എന്താണ് സംഗതി? ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. അത് ശരി. കണ്ട, നല്ല അഭിനയം തന്നെ. എന്തൊക്കെ കാണണം എന്റെ ശിവനെ. ഈ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലെ അഭിനയത്തിന് ഒരു ഓസ്കാറോ അതുപോലെ വേൾഡ് തലത്തില് ഒരു അവാർഡോ ഏർപ്പെടുത്തിയ ആർക്കാവും ഏറ്റവും നല്ല അവാർഡ്? നല്ല അഭിനയ ചാതുര്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മള് സഭയിൽ കണ്ടില്ലേ? ശിവനെ, ഇതുവരെ മലയാളികൾ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യ മുഴുവൻ അറിയിക്കും തന്റെ കഴിവുകേടും വിവരക്കേടും. ഓ, ഇന്ത്യ ബ്ലിങ്ക് ആണ്. അല്ല, നിങ്ങൾ ആ മലയാളം എടുക്കോ? ഹിന്ദി അത്രക്കങ്ങട്ട് വശമില്ല, അതുകൊണ്ടാ. എന്നെയാണോ ഉദ്ദേശിച്ചത്? എന്തായാലും വന്നതല്ലേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളെ ഈ ബ്ലിങ്കിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഗംഭീരമായിട്ട് പോകുന്നു. നിങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. ഗംഭീരം. ബ്ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ ഭയം കിടക്കണം. പോവല്ലാന്ന്. നിങ്ങക്ക് ഞാനൊരു ഇരയല്ലാന്നാണെങ്കിൽ എനിക്ക് ഒരാളോടുകൂടി ചോദിക്കാനുണ്ട്, ഒരു മെമ്പറോട്. അത് കടുക്കേ സുരേഷ് ഏട്ടാ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. പോവല്ല സുരേഷ് ഏട്ടാ, നിക്ക്. ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ. വഹിച്ചിരിക്കുകയാണ്. 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ എമ്പുരാനിലെ മുന്നയാണ്. ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട്. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. Come to Kerala. They talked about Kerala. Rijuji, you talked so much about Kerala. Come to Kerala. During the recent festival, Attigal Pongala, the devotees of Muslim, devotees of Christianity, they lined up, served refreshments for the Hindu pilgrims. That is the culture of Kerala, sir. That is the culture of Kerala. നിങ്ങൾ എന്തിനാപ്പ ഈ ബേജാറാവുന്നത്? ഈ സുരേഷ് ഗോപി സാറ് പണ്ട് മലയാള സിനിമയിൽ സ്ഥിരം ഇടി മേടിക്കുന്ന ഒരാളായിരുന്നു.
അന്നേ സ്വഭാവം നല്ലതായതുകൊണ്ട് മലയാള സിനിമാക്കാർ ആശാനെ അല്പം അകറ്റിയാ നിർത്തിയിരുന്നു. പിന്നെ നമ്മളെ പണിക്കര് സാർ എഴുതിയ ഡയലോഗ് കൊണ്ട് ആശാൻ അങ്ങ് കത്തിക്കയറി. ദാ ഇതുപോലെ. ദോഷം പറയരുതല്ലോ. ശുഭിത യൗവനമായ യങ് തുർക്കി അതുപോലെ മലയാള സിനിമയിൽ ഇരച്ചങ്ങട് കയറി. പിന്നീട് LDFിലും കോൺഗ്രസിലും ഒന്നും നുഴഞ്ഞ് കയറാൻ നോക്കിയെങ്കിലും ആശാന്റെ ഡയലോഗ് പോലെ പുല്ലേ എന്നാട്ടി അകറ്റുകയാണ് ഉണ്ടായത്. പിന്നെ ഒന്നും നോക്കിയില്ല. വല്യേട്ടൻ പാർട്ടിക്കിട്ടും കോൺഗ്രസ്കാർക്കിട്ടും പണിയാൻ സംഘിപ്രതാപത്തിന്റെ ഉത്തരയും കൊണ്ടങ്ങ് പൊതിഞ്ഞു ആശാൻ. കേരളത്തോടും മലയാള സിനിമയോടുള്ള ഫ്രസ്ട്രേഷൻ മുഴുവന് വാരിയിട്ട് അലക്കായിരുന്നു ആശാൻ പിന്നീട്. എന്നാലോ തൊടുന്നതെല്ലാം പട്ടര തീട്ടം തൊട്ട പോലെയാണ് താനും. ഈ ആശാനെ തൃശ്ശൂര് പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ ക്രിസ്ത്യാനി വീടുകളിലെയും അരമനകളിലെയും തിണ്ണ നരങ്ങി അങ്ങ് വെളുപ്പിച്ചു. അങ്ങനെ നേടിയ MP സ്ഥാനം കൊണ്ട് മന്ത്രിസ്ഥാനവും ഒപ്പിച്ചെടുത്ത് ജനത്തോട് ചോദിക്കുക ഇപ്പോ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? നിങ്ങൾ ആരാ? അപ്പൊ ഞാൻ ആരാന്നറിയണം, അത്രയല്ലേ ഉള്ളു. സുരേഷ് ഗോപി സാറേ, നിങ്ങൾ ആരാന്ന് തൃശ്ശൂർക്കാരിപ്പോ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. നിങ്ങൾ ആരാന്ന്. അതെന്താ സുരേഷ് ഏട്ടാ ഇങ്ങക്ക് ഒരു പുണ്യം വേണ്ടട്ടോ. ആ ജോൺ ബ്രിട്ടാസ് ഇതിൽ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്, സൂക്ഷിച്ചാളാ. എന്റെ അമ്മേ, ജനം ഇപ്പൊ നിങ്ങളെ കാണുമ്പോഴും ഇത് തന്നെയാ പറയുന്നത്. എന്റെ അപ്പോ ഞാനില്ലേന്ന്. 6 അടി പൊക്കവും അതിനൊത്ത തടിയും കണ്ട എന്തൊരു മിടുക്കൻ. പക്ഷേ പാർട്ടിയിൽ ചേർന്നപ്പോ കണ്ടോ, സർഗം സിനിമയിലെ കുട്ടൻ തമ്പുരാനായി ഇയാൾ ജീവിതത്തിൽ ദാ ഇങ്ങനെ. സുരേഷ് ഏട്ടാ, ബ്രിട്ടാസ് വരുന്നേ, ഓടിക്കോ. അല്ല, അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ. നിങ്ങൾക്ക് മൈക്കിന് മുമ്പിലല്ലേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞോ. വിധി എന്നല്ലാതെ എന്തൊരു പറയാൻ. പൂർവ കർമ്മദോഷത്തിന്റെ കാറ്റു താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്ഥമാം ഉന്മാദത്തിൻ മാദന ക്രിയായന്ത്രമോ ഇയാൾ. ജനം ഇപ്പവും പറയുന്നത് ഗോവിന്ദ എന്ന ബ്ലിങ്ക് അത് തന്നെയാ പറയുന്നത്. തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.